മന്ത്രം ചൊല്ലിടുമെൻ്റെ ഉള്ളിൽ അവിടുന്നോങ്കാരമായി സദാ. മുദ്രാവേളയിലെന്നും എന്നുടെ കരം താങ്ങിടുവാനെത്തി നീ. കാരുണ്യാമൃതഗംഗ എൻ്റെ തലയിൽ പേമാരിയായി പെയ്തു നീ. കണ്ണാ നിന്നുടെ പുണ്യപൂജകപദം എൻ ഭാഗ്യമായി. ശുഭം. ഗോപുരത്തിൽ മണിമുട്ടുന്നു രണ്ടായി, ഗോപാല പൂജയ്ക്കുണർന്നു ഞാനും. രുദ്രതീർത്ഥത്തിൽ കുളിച്ചു കുറി തൊട്ടു രുദ്രപ്രിയൻ തൻ്റെ മുന്നിലെത്തി. 3 മണിയടിച്ചിടുന്ന നേരത്തു മൂലോകനാഥ നട തുറന്നു. നിർമാല്യമൊക്കവേ വാരിയെടുത്തിട്ടു നിർമ്മല രൂപനെ നോക്കി നിന്നു. നല്ലെണ്ണ ദേവന്റെ മെയ്യിലൊഴിച്ചു ഞാൻ, നെന്മേനി വാകയും തൂവിമെല്ലെ. ശംഖാഭിഷേകവും കുംഭാഭിഷേകവും ചെയ്തു ഞാൻ ദേവനു നേദ്യമേകി. നല്ല കദളിപ്പഴങ്ങളും വെണ്ണയും മലനേദ്യവേളയിൽ ദേവനേകി. നാരായണ നിന്നെ ചന്ദന ചാർത്തിനാൽ നന്നായൊരുക്കി ഞാൻ തൃപ്തനായി. ഉഷനേദ്യമായി എന്നുലകിൻ്റെ നാഥനു ഉത്തമ നൈപ്പായസമൊരുങ്ങി. കാതൻ ചരക്കിലെ മാധുര്യ പായസം കാരുണ്യവാരിധിക്കേകി ഞാനും. ഭക്തരെത്തും മുമ്പേ ഭക്തി പുരസ്സരം മേശാന്തി മാളിക പൂകി ഞാനും. വീണ്ടും കുളിച്ചെത്തി എതിരേറ്റു പൂജയ്ക്കായി വിഷ്ണുവെ ധ്യാനിച്ചു മന്ത്രമോദം. ആ പുണ്യപാദത്തിൽ കെട്ടിപ്പിടിച്ചു ഞാൻ ആനന്ദ കണ്ണീരണിഞ്ഞു നേത്രം. അത്ഭുത തീർത്ഥമൊരുക്കി ഞാൻ ദേവന്റെ ആലയവാതിൽ തുറന്നു മെല്ലെ. സോപാന സംഗീതം മെല്ലെയുറങ്ങവേ സോപാനം നാമത്തിനായുണർന്നു. പൂജ സമർപ്പിച്ചു വിശ്രമിക്കും നേരം ശിവേലിനാദമായി പാണികൊട്ടി. മസ്തകം താഴ്ത്തുന്നു കൊമ്പനും അന്നേരം. ശിവേലി തൂവിത്തിരിച്ചെത്തി ഞാൻ. നാരായണ നാമം മെല്ലെയുയരവേ ആനപ്പുറമേറി നാരായണൻ. വെള്ളി വിളക്കുമായി 10 കാർ മുന്നിലും പിന്നിലോ നാമത്തിൻ പൊൻവെളിച്ചം. മാറത്തു ചേർത്തു പിടിച്ച തിടമ്പുമായി കീഴ്ശാന്തി എത്തി ശ്രീകോവിലേറി. പാലിൽ കുളിച്ചു വെളുക്കുവാനോ ഹരേ പന്തീരടിക്കു തിരക്കു കാട്ടി. ഓദിക്കന്മാരാകും വിപ്രോത്തമരെത്തി ഓംകാരരൂപനെ പൂജിക്കുവാൻ. പുത്തനാം ഭാവത്തിൽ പുത്തനാം രൂപത്തിൽ പൂർണ്ണനാം ദേവനെ കണ്ടു ഞാനും. പൂജയ്ക്കായി നിൻ മുന്നിലെത്തിയല്ലോ ഞാനും. പുഷ്കലമാക്കണേ എൻ്റെ ജന്മം. ജലഗന്ധ പുഷ്പവും ധൂപദീപാദിയും ജലജേക്ഷണാനിനക്കേകി ഞാനും. മന്ത്രപുരസ്സരം പ്രാർത്ഥിച്ച നേരത്തു മന്ദസ്മിതം തൂകി ദേവദേവൻ
വെള്ളിയുരുളിയിൽ സൗവർണ കിണ്ണത്തിൽ കീഴ്ശാന്തിമാരാലൊരുക്കി വച്ച നൈവേദ്യവും പിന്നെ വെണ്ണയുറ തൈരും പഞ്ചാര പായസം നല്ല പഴം നേദിച്ചു ദേവ നിൻ പ്രീതിക്കായി ഭക്തി പോൽ ബോധിച്ചോ എന്നുടെ പൂജകളെ ചന്ദനം കൊണ്ടു ഞാൻ തീർത്ത നിൻ രൂപത്തെ കണ്ടു രസിച്ചോ നിൻ ഭക്തവൃന്ദം ഒരു തുള്ളി വെള്ളം കുടിച്ചതില്ല പക്ഷെ ക്ഷീണിച്ചതില്ല ഞാനൊട്ടും തന്നെ എല്ലാം നിയന്ത്രിക്കും വാതാലയേശനൻ കർമ്മത്തിൻ സാക്ഷിയായി ഒപ്പം നിൽക്കേ 3:30 മണി മെല്ലെ എഴുന്നേറ്റു വീണ്ടും കുളിച്ചു നടക്കലെത്തി കരിനീക്കി തിരികളിൽ ഭക്തിപൂർവം കരിമാറി എന്നുടെ ജീവിതത്തിൽ സായന്തനത്തിൻ്റെ ശീതളഛായയിൽ സച്ചിൽ സ്വരൂപൻ പുറത്തിറങ്ങി ആനപ്പുറമേറി 3 വലം വച്ചു ആനന്ദകൃഷ്ണന്റെ ശിവേലിയായി സൂര്യൻ പടിഞ്ഞാറു ചാഞ്ഞു സമയമായി സൂര്യസമനാകും വാതേശനായി സൂര്യകിരണം പോൽ മിന്നുന്ന ദീപത്താൽ ആരതി തീർത്തു ഞാൻ കൃഷ്ണാഹരേ നെയ്ത്തിരി നാളങ്ങൾ പുഞ്ചിരിച്ചിടവേ നന്ദനന്ദാനിയും പുഞ്ചിരിച്ചു നാമസങ്കീർത്തനം നാലമ്പലമാകെ നിഷ്കാമഭക്തിയായി ആഞ്ഞടിച്ചു അത്താഴ പൂജയ്ക്കു നേദ്യമൊരുങ്ങവേ ഹൃത്തടം ദാഹിച്ചു നിന്നെ കാണാൻ എന്നെ സമർപ്പിച്ചു എല്ലാം സമർപ്പിച്ചു ശ്രീകോവിലിൽ വേറെ ആരുമില്ല ശീവേലി തൂവിത്തിരിച്ചെത്തി കണ്ണനും തൃപ്പുകയ്ക്കായി കീഴ്ശാന്തിയുണ്ട് അഞ്ജന വിഗ്രഹം മൗനമായി ചൊല്ലുന്നു മേശാന്തി പൊക്കോളൂ നാളെ കാണാം ഇങ്ങനെ കണ്ണനും പൂജകൾ ചെയ്യിച്ചു കാൽ തെറ്റി വീഴാതെ കൈപിടിച്ചു വീണ്ടും അവിടുത്തെ പൂജകനാകുവാൻ കണ്ണാ നീ എന്നെ തിരഞ്ഞെടുക്കൂ ഇങ്ങനെ കണ്ണനു പൂജകൾ ചെയ്യിച്ചു കണ്ണുനീർ തൂകാതെ കൺതുടച്ചു വീണ്ടും അവിടുത്തെ ശ്രീകോവിലേറുവാൻ കാർമുകിൽ വർണ്ണ അനുഗ്രഹിക്കൂ കരിമുകിൽ വർണ്ണ അനുഗ്രഹിക്കൂ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കൂ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കഥാമയും ഭാഗവതാഭിധാനം ഹരേ തനും തേ ചരിതൈസ്തുതീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ദേവഭൂതിക്ക് ഭഗവാൻ പകർന്നുകൊടുത്ത തത്വസംഹിത, ആ അറിവിൻ്റെ അമൃതബിന്ദുക്കൾ, അതാണ് 9 അധ്യായങ്ങളിലൂടെ നാം പാരായണം ചെയ്തത്. ദേവഭൂതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കപിലവാസുദേവൻ തൻ്റെ ആ ആത്മതത്വ വിശകലനം ലോകത്തിനായിട്ട് പകർന്നു നൽകുന്നത്. ദേവഭൂതി തൻ്റെ ഭർത്താവായിരിക്കുന്ന കർദമ പ്രജാപതി കാട്ടിലേക്ക് പോയി തപസ് ചെയ്യാനായിട്ട് പോയി. ഈ സന്ദർഭത്തിൽ ഭഗവാനോടുകൂടി ആശ്രമത്തിൽ കഴിയണം. അങ്ങനെ ഒരിക്കൽ ദേവഭൂതി തൻ്റെ പുത്രഭാവത്തിലുള്ള ഭഗവാന്റെ അടുത്തു വന്ന് പറഞ്ഞു, നിർവിണ്ണ നിതരാം ഭൂമൻ
അസദിന്ദ്രിയ ദർശനാൽ ഏന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭു. ഈ ദുഷ്ടങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തി ആ ആഗ്രഹത്തിൽ നിന്ന് ഞാനിപ്പോ എനിക്ക് അതിന് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ വലിയൊരു തമസ്, വലിയൊരു ഇരുട്ട് എൻ്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നതല്ല എനിക്ക് കാണാൻ സാധിക്കുന്നത്, മറിച്ച് അന്ധമായ ഒരു അജ്ഞാന തപസ് എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. അതിനെ അങ്ങയുടെ ജ്ഞാനമാകുന്ന തപസ് കൊണ്ട് മാത്രമേ മറുകര കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, അവിടെ വെളിച്ചമായി അങ്ങയുടെ വാക്കുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അടിയൻ മനസ്സിലാക്കുന്നു. അവിടെ ആ ഘോരാന്ധകാരത്തിന്റെ അക്കരയ്ക്ക് എത്തണമെങ്കിൽ അങ്ങാകുന്ന ആ ജ്ഞാനചക്ഷുസ് അത് ഉണ്ടാവണം. അങ്ങാകുന്ന സൂര്യൻ എൻ്റെ ഉള്ളിൽ പ്രകാശിക്കണം. ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന ദിവ്യ ചക്ഷുസ് ആ സൂര്യനാണ്. അതേപോലെ തന്നെ അങ്ങ് അടിയന് വേണ്ടത് പറഞ്ഞു തരണം. ഈ ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഒരു അധ്യാസവും എൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. അത് നശിപ്പിക്കാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ. തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേ പുരുഷസ്യാ നമാമി സദ്ധർമ്മവിദാം വരിഷ്ഠം. അവിടുന്ന് ഈ ഭവാടവിയെ, സ്വഭൃത്യന്മാരുടെ സംസാരമാകുന്ന കാടിനെ ഇല്ലാതെയാക്കാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങ് അതിനുള്ള കുഠാരമാണ്, അതൊക്കെ വെട്ടി നശിപ്പിക്കാനുള്ള ആയുധമാണ് അവിടുന്ന് എന്ന് അടിയൻ തിരിച്ചറിയുന്നു. ഈ സംസാരത്തെ വലിയ തമസ്സായിട്ട്, വലിയ സാഗരമായിട്ട്, വലിയ കാടായിട്ട് ഒക്കെ സജ്ജനങ്ങൾ വർണ്ണിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു, ആ സംസാരമാകുന്ന ആ അടവി, വലിയ കാട്, ആ കാടിലെ നിരവധിയായിരിക്കുന്ന ആ മരങ്ങളുണ്ട്. അതിനെയൊക്കെ ഇല്ലാതെയാക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങാകുന്ന ആ ആയുധം കൊണ്ട് മാത്രമേ അത് സാധിക്കുള്ളൂ. അടിയന്റെ ഉള്ളിൽ വിജ്ഞാനത്തെ പകർന്നു തരാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ നിത്യാനന്ദത്തിലേക്ക് എത്താൻ, നരകദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ നൽകുന്ന ഉത്തരമാണ് കാപിലം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭഗവാൻ പറഞ്ഞു, യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ അത്യന്തോപരതിർയത്ര ദുഃഖസ്യ ച സുഖസ്യ ച. ദുഃഖത്തിനും സുഖത്തിനും കാരണം എന്താ? ആ സുഖവും ദുഃഖവും ഉണ്ടാകുന്നതിന് കാരണം മനസ്സാണ്. മനസ്സിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. മനസ്സിന്റെ ഏകാഗ്രതയാണ് ജനങ്ങൾക്ക് നിത്യാനന്ദം പ്രാപിക്കാനുള്ള മാർഗം. മനസ്സ് അചഞ്ചലമായി നിൽക്കുന്നുവെങ്കിൽ, സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ മനസ്സിനെ നിർത്താൻ സാധിക്കുന്നുവെങ്കിൽ, പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ അതിലേറെ എളുപ്പമാണ്. പക്ഷേ നിർത്താൻ സാധിക്കുക എന്നുള്ളത് അവനവൻ്റേതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നമുക്ക് സുഖദുഃഖങ്ങൾ തോന്നുക തന്നെ ചെയ്യും, അല്ലേ? നമ്മുടെ ആരെങ്കിലും വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു മരണം സംഭവിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവുന്നുണ്ട്. സത്യത്തിൽ മരണമല്ല വേദനയ്ക്ക് കാരണം, ആ മരിക്കുന്ന വ്യക്തിയുമായി നമുക്കുള്ള ബന്ധമാണ് ദുഃഖത്തിന് കാരണം. എത്രയോ ആളുകൾ മരിക്കുന്നുണ്ട്, അതൊന്നും കേട്ടിട്ടോ കണ്ടിട്ടോ നമ്മൾ കരയുന്നില്ല. മറിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായി വേണ്ടപ്പെട്ട ആളായിട്ട് തീരുന്നത്? എൻ്റേതാണ് എന്ന് തോന്നൽ വരുമ്പോഴാണ് അവിടെ ദുഃഖത്തിന് കാരണം. അപ്പൊ എന്ത് വേണം? ആ എൻ്റേതെന്നുള്ള തോന്നലിനെ കുറച്ച് കൊണ്ടുവരണം. എളുപ്പമൊന്നുമല്ല, എനിക്കിത് ആരുമായിട്ടും ബന്ധമില്ല എന്നൊന്നും പറയാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ പറഞ്ഞു മനസ്സിന്റെ ഏകാഗ്രത. ഈ മനസ്സ് ബന്ധങ്ങളിലേക്ക്, ആ വിഷയങ്ങളിലേക്ക് തിരിയുമ്പോൾ അത് ദുഃഖത്തിന് കാരണമാവും, അല്ലെങ്കിൽ നരകത്തിന് കാരണമാവും. ഇതേ മനസ്സ് തന്നെ ഭഗവാനിലേക്ക് തിരിച്ചു വെക്കുമ്പോൾ അത് സുഖത്തിനും അല്ലെങ്കിൽ സ്വർഗപ്രാപ്തിക്കും കൃഷ്ണപ്രാപ്തിക്കും കാരണമായിട്ട് തീരും. പണ്ട് ആ മുനിശ്രേഷ്ഠന്മാര്, ഋഷീശ്വരന്മാര് എന്നോട് ചോദിച്ചപ്പോൾ അവർക്ക് ഞാനൊരു മാർഗം ഉപദേശിച്ചു. അത് അമ്മയ്ക്ക് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം. മനസ്സാണ് ജീവന്റെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം എന്ന് മനസ്സിലാക്കുക. ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഭിമാനത്തിൽ നിന്ന് കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം തുടങ്ങിയ നിരവധി മാലിന്യങ്ങൾ ഉള്ളിൽ വന്നുപെടുന്നു. അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എൻ്റെ എന്ന് വരുമ്പോൾ, അല്ലേ? എൻ്റേത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ദുഃഖം.
ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം നഷ്ടപ്പെട്ടു, ഒരു 10,000-10,000 രൂപ നഷ്ടപ്പെട്ടു, അയാൾക്ക് വല്ലാത്ത വേദനയായി. അപ്പോൾ ഒരാള് ഉപദേശിച്ചു, ഒരു സന്യാസി ഉപദേശിച്ചു, ഇതിലൊന്നും വലിയ കഥയില്ല, ആരുടെയോ കയ്യിലായിരുന്നു ആ ധനം, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലായി, വേറൊരാളുടെ അടുത്തേക്ക് പോകുന്നു, പുഴ ഒഴുകുന്നത് പോലെയാണ് ജീവിതം, ഇങ്ങനെ കരയേണ്ടതിലൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു സമാധാനം വന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ സന്യാസിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ സന്യാസി ആകെപ്പാടെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് പറ്റി എന്തായാലും പറയൂ, എനിക്ക് അങ്ങയുടെ ഉപദേശം വല്ലാതെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതാണ്, അങ്ങക്ക് എന്ത് പറ്റി ഇപ്പോൾ, അങ്ങനെ വളരെ ചഞ്ചലചിത്തനായിട്ടാണല്ലോ നിൽക്കണത് എന്നൊക്കെ പറഞ്ഞപ്പോൾ സന്യാസി പറഞ്ഞു, ഞാനിവിടെ വെച്ചിരുന്ന ഒരു 500 രൂപ കാണാനില്ല, അതാണ് ഇപ്പൊ പ്രശ്നം. അപ്പൊ എൻ്റെ 10,000 പോയപ്പോൾ അങ്ങ് സമാധാനിപ്പിച്ചല്ലോ, അതൊക്കെ ശരിയാണ്, നിന്റെ 10,000 പോകുമ്പോൾ എനിക്ക് സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും വാക്കുകളൊക്കെ പറയാനും സാധിക്കും. പക്ഷേ എൻ്റെ നഷ്ടപ്പെടുമ്പോൾ, ഇവിടെയാണ് എൻ്റെ എന്നുള്ള തോന്നലിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുവരെയുള്ളൂ. ചെറിയ കുട്ടികൾക്കൊന്നും എൻ്റെ നിന്റെ എന്നുള്ള തോന്നലൊന്നുമില്ല, അവർക്കെല്ലാം ഒരുപോലെയാണ്. അപ്പൊ നിഷ്കളങ്ക ബാല്യം, ആ ബാല്യത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് സ്വാർത്ഥത ചേർത്ത് വെച്ച് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ വീട്, എൻ്റെ എന്ന് പറഞ്ഞ് ആ എൻ്റെ എന്നുള്ളതിന് എന്തോ ഒരു പ്രാധാന്യം കുട്ടിക്ക് തോന്നുന്നു. അപ്പൊ എൻ്റേതൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ വരുന്നു. ഇനി നമ്മൾ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ കാണാം, ബാലനെ പോലെ സുഖത്തെയും ദുഃഖത്തെയും ഒക്കെ ഒരുപോലെ കാണാൻ സാധിക്കും കുട്ടികൾക്ക്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള മാനാപമാനങ്ങളൊന്നുമില്ല, എല്ലാത്തിനും ഒരേപോലെ കാണണം, അതേപോലെ ആവാൻ സാധിക്കുക. അപ്പൊ പറഞ്ഞു, ഞാനെന്നും എൻ്റേതെന്നുമുള്ള തോന്നൽ, അതാണ് പ്രശ്നത്തിന് കാരണം. എല്ലാത്തിനെയും ഒരുപോലെ കാണാറാവണം, ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ കുറേ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും. അത് പോകേണ്ടതാണ്, അത് പോകട്ടെ. നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന് വരെ വല്ലാതെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് അല്ലേ, വല്ലാത്ത പ്രഷർ വന്ന് ആദ്യം പണം ഉണ്ടാക്കാനുള്ള ആ തിരക്ക്, പിന്നെ പണം ഉണ്ടായി കഴിയുമ്പോഴോ അപ്പോൾ പിന്നെ അത് സൂക്ഷിക്കാനുള്ള തിരക്ക്, പിന്നെ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലുള്ള വിഷമം, ഇങ്ങനെ എപ്പോഴും ആ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ട് ജീവിക്കുന്നു. അപ്പൊ പറയുകയാണ്, ഭഗവാനിൽ മനസ്സർപ്പിച്ച് ചെയ്യുന്ന ഭക്തിക്ക് തുല്യമായിട്ട് നിത്യാനന്ദ ലബ്ധിക്ക് വേറെ ഒന്നുമില്ല എന്നാണ്. നമുക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. മനുഷ്യനായി പിറന്നാൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. അത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ വേണ്ടിവരും. പക്ഷേ ഈ ത്രിവിധ കരണങ്ങളെ കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യാനായിട്ട് സാധിക്കുക. യുജ്യമാനയാ ഭക്തിയ ഭഗവതി അഖിലാത്മനി സദൃശോസ്തി ശിവബന്ധ യോഗിന ബ്രഹ്മസിദ്ധയേന. ഇത്രയും മംഗളകരമായിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ശിവത്തെ നൽകുന്ന, അല്ലേ, ശിവം മംഗളമാണ്. ആ ശിവം ഭഗവാനുമായിട്ട് ചേരുമ്പോഴാണ് ശിവമായി നിൽക്കുന്നത്. ഭഗവാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വെറും ശവമായിട്ട് തീരും. അത്രയേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു, വിഷയങ്ങളിലുള്ള സംഘത്തെ ആത്മാവിനെ ബന്ധിക്കാനുള്ള ജീർണിച്ചു പോകാത്ത ഒരു കയറായിട്ടാണ് സജ്ജനങ്ങൾ പറയുന്നത്. ആ സംഘം സജ്ജനങ്ങളിലേക്ക് ചേർത്ത് വെച്ചാലോ, ദുർജനങ്ങളായിട്ടും ദുഷ്ചരിത്രങ്ങളുമായിട്ടൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ദുഃഖത്തിന് കാരണമാവും. ഇത് തന്നെ സജ്ജനങ്ങളുമായിട്ട് ചേരുമ്പോൾ സുഖത്തിന് കാരണമായിട്ട് തീരുകയും ചെയ്യും. അങ്ങനെ ആ ഭഗവാന്റെ പരിശുദ്ധ കഥകൾ പാടുകയും ആടുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആ ആളുകളുമായിട്ട് ചേർന്നാൽ നമുക്കും ആ ഒരു തരത്തിലുള്ള ചിന്തയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്ന് പറയാറുണ്ട്, അല്ലേ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, വേറെ തരത്തിൽ ചാരിയാൽ അത് മണക്കും. അപ്പൊ ഏതുമായിട്ട് നമ്മൾ ചേരണോ അത് നമ്മളുടെ ജീവിത യാത്രയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ട് തീരും. അപ്പൊ സജ്ജനങ്ങളുമായിട്ട് ചേരാം. അങ്ങനെ ആ സംഗമം കൊണ്ട് സർവ്വദോഷങ്ങളും നശിക്കുന്നു എന്ന് അവിടെ സൂചിപ്പിച്ചു. തീയുമായി ചേർന്നിരുന്നാൽ അവിടെ തണുപ്പ് നമ്മളിൽ നിന്ന് അകന്നു പോകും. ഇതേപോലെ ഓരോ ആ സജ്ജനങ്ങളുടെ നല്ല ഗുണങ്ങൾ നമ്മളെ മോശമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ കഥകൾ പാടാനും കേൾക്കാനും ഒക്കെയുള്ള അവസരമുണ്ടാവുന്നു. സപ്താഹത്തിന് പോണോ ഷോപ്പിങ്ങിന് പോണോ എന്ന് തീരുമാനിക്കുന്ന 2 ആളുകൾ, അവര് നല്ലവരുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതിന് പോകാൻ തോന്നും, ഭഗവാന്റെ നാമം ജപിക്കാൻ തോന്നും. അല്ലെങ്കിൽ മറ്റു ജലത്തിലേക്ക് മനസ്സ് വ്യാപരിക്കും. മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്, എങ്ങോട്ട് വേണമെങ്കിൽ ഓടിക്കൊണ്ടിരിക്കും.
ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പറയുന്നു എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇവിടെ ഇരിക്കണു കേൾക്കണു ഞാൻ പറയണു എന്നൊക്കെ കഴിഞ്ഞ് മനസ്സ് പലപ്പോഴും വേറെ ചിലതിലേക്ക് വ്യാപരിക്കുണ്ടാവും. ഉച്ചതിരിഞ്ഞ് എന്ത് വേണം, വൈകുന്നേരം എന്ത് വേണം, നാളെ എന്ത് വേണം, ഇത് കഴിഞ്ഞാൽ എന്ത് വേണം, കുട്ടികളുടെ കാര്യം, അച്ഛൻ്റെ കാര്യം, ഇങ്ങനെ ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ ഇങ്ങനെ വെറുതെ ചിലപ്പോ ഒരിക്കൽ ഒരു സപ്താഹത്തിന് പോയപ്പോ ഒരമ്മ പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മോനെ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അവൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും, ആ സമയത്തേക്ക് വീണ്ടും ചെല്ലണം, ഭക്ഷണം വിളമ്പി കൊടുക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും പ്രായമായൊക്കെ ഇങ്ങനെ ചെറിയൊരു മോനുണ്ടാവണത് എന്ന് വിചാരിച്ചു. അപ്പൊ ചോദിച്ചു മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് പഠിക്കുകയല്ല, അവൻ സ്കൂളിലേക്ക് പോണത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അത്രയും പ്രായമായിട്ടുള്ള ആൾക്ക് പോലും ഇങ്ങനെ ചെയ്തു കൊടുത്ത് അവിടുന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു തിരിച്ചടി ഇങ്ങോട്ട് വരുമ്പോഴേക്കും വല്ലാത്ത വിഷമായി. അപ്പൊ ഒരിക്കലും ഇനി അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും അതിൽ നിന്ന് തിരിച്ച് ഒന്ന് പ്രതീക്ഷിച്ചിട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ കിട്ടാതെ വരുമ്പോൾ അത് വേദനയ്ക്ക് കാരണമായിട്ട് തീരും. പ്രതീക്ഷിച്ച് ചെയ്യുന്നതിൽ ആ നിഷ്കാമമായിട്ടുള്ള ഒരു കർമ്മത്തിന്റെ ഫലം കിട്ടുകയുമില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണ് അങ്ങോട്ട് ചെയ്യുന്നതെങ്കിൽ എന്താ അർത്ഥമുള്ളത്? അത് എൻ്റെ കടമയാണ് എന്ന് കരുതി ചെയ്താൽ, അതിൽ നിന്ന് യാതൊന്നും ആഗ്രഹിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും എന്ന് അവിടെ പറയുന്നു. അങ്ങനെ ഭഗവാന്റെ ലീലകളെ അനുസന്ധാനം ചെയ്താൽ ആ ഭക്തി ഐഹികമായ പാരത്രികമായ ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള ആ സുഖത്തിന് കാരണമായിട്ട് തീരും എന്ന് അവിടെ പറയുന്നു. ഇപ്പൊ ചോദിച്ചു, അങ്ങയിൽ യോജിച്ച ഭക്തി ഏതാണ്? എനിക്ക് യോജിച്ച ഭക്തി എന്താണ്? ഞാൻ എങ്ങനെയുള്ള ഭക്തിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അത്ര വിവരമൊന്നുമില്ല. ദേവഹൂതി പറയാണ്, ഞാൻ അബലയാണ്, എനിക്ക് അത്രയും ഉദ്ദേശിക്കുന്ന പോലെയുള്ള ജ്ഞാനമൊന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പോ ഭഗവാൻ ഭക്തിശാസ്ത്രത്തെ, ഭക്തി വിസ്താരത്തോടു കൂടിയ യോഗത്തെ അവിടെ ഉപദേശിക്കുകയാണ്. പറഞ്ഞു, മനസ്സ് ശുദ്ധമാവാൻ വേണ്ടിയിട്ടാണ് കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് മനസ്സ് ശുദ്ധമാവും. അങ്ങനെ വരുമ്പോൾ ആ ഭഗവാന്റെ പാദസേവയിൽ നിന്ന് ആനന്ദമനുഭവിക്കുന്ന ആളുകൾ, യഥാർത്ഥ ഭക്തൻ എങ്ങനെയാ? അവർക്ക് ഒന്നും വേണ്ട എന്നാണ്, യാതൊന്നും ആഗ്രഹിക്കാതെയാണ് അവര് ഭഗവാനെ ആശ്രയിക്കുന്നത്. നാഗപൃഷ്ടം നച്ച പാരമേഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധി അപുനർഭവം വാ. മുക്തി പോലും ആഗ്രഹിക്കാതെ, ഇന്ദ്രപട്ടമോ ബ്രഹ്മപദവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഹിച്ചിട്ട് ഭഗവാനെ ആശ്രയിച്ചാലും കിട്ടും. പക്ഷേ മോഹിക്കാതെ ഭഗവാനെ ആശ്രയിക്കുന്ന പരമഭക്തന്മാര്, അങ്ങനെയുള്ള ആളുകൾക്ക്, ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച് ഭഗവാൻ പറയുന്നത് എന്താ? നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തന് ഒരിക്കലും നാശമുണ്ടാവില്ല എന്നാണ്. എന്റെ പരമഭക്തന്മാർ ഒരിക്കലും നശിക്കില്ല. ഭഗവാൻ ഇവിടെ ദേവഭൂതിയോട് വീണ്ടും പറയുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് യേശാമഹം പ്രിയ ആത്മാ സുതശ്ച സഖാ ഗുരു സുഹൃദോ ദൈവമിഷ്ടം. അവർക്ക് ഞാൻ ആരാണ്? അവർക്ക് ഞാൻ പ്രിയപ്പെട്ട ആത്മാവാണ്, അവരുടെ പുത്രനാണ്, അവരുടെ കൂട്ടുകാരനാണ്, ഗുരുവും ഇഷ്ടമൂർത്തിയും ഒക്കെ ഞാൻ തന്നെയാണ്. ത്വമേവ മാതാച പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ എന്ന തലത്തിലേക്ക് എത്തിയ ആളുകളാണ്. നമ്മളൊന്നും അത്രയൊന്നും എത്തിയിട്ടില്ല, എത്രയോ താഴെയാണ്. നമ്മളൊക്കെ ഭക്തന്മാരാണ് എന്ന് മേനി നടിക്കുന്ന ആളുകൾ അത്രേ ആയിട്ടുള്ളൂ. അത്രയെങ്കിലും ആണെങ്കിലോ എന്ന് വിചാരിക്കാൻ നമുക്ക് അത്രയേ ഉള്ളൂ. വലിയ കുറിയൊക്കെ തൊടും, കുറെ രുദ്രാക്ഷമാലയിടും, അല്ലേ, പലതരത്തിലുള്ള കുറികള് എന്ന് വേണ്ട പല വേഷം കെട്ടി നമ്മൾ നടത്തും. അതൊക്കെ പക്ഷേ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര കണ്ട് മാറ്റം വരണു എന്നാണ്. അടുത്തു നിൽപ്പോർ അനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്നാണ്. ഇവിടെയൊക്കെ വെച്ച് നിർമ്മത്സരാണാം സദാം എന്നൊക്കെ ചൊല്ലും. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ അതിലെ അപ്പുറത്ത് താമസിക്കുന്ന അനിയന് ചേട്ടനെ കണ്ടുകൂടാ, ചേട്ടന് അനിയനെയും കണ്ടുകൂടാ. ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ആകപ്പാട് ക്ഷണഭങ്കുരം, വളരെ ചെറിയ ഒരു ജീവിതം നമുക്ക് കിട്ടിയിട്ട് ഈ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിൽ തല്ലുകൂട്ടം, അല്ലേ, സംസ്ഥാനങ്ങൾ തമ്മിൽ തല്ലുകൂട്ടം, ജില്ലകൾ തമ്മിൽ തല്ലുകൂട്ടം, കുടുംബങ്ങൾ തമ്മിൽ തല്ലുകൂട്ടം, ഏട്ടനനിയന്മാർ തമ്മിൽ തല്ലുകൂട്ടം. എന്തിനു വേണ്ടിയിട്ടത്? യാതൊരു കാര്യവുമില്ല. പണ്ട്
ലോകം മുഴുവൻ കീഴടക്കിയ നെപ്പോളിയന്റെ കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അവസാനത്തിൽ പറഞ്ഞു അത്രേ, എൻ്റെ ശവപ്പെട്ടിക്ക് 2 ദ്വാരങ്ങൾ ഇരുഭാഗത്തുമായിട്ട്, കൈകൾ പുറത്തേക്ക് വെച്ചുകൊണ്ട് 2 ദ്വാരങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഇതിനെ പുറത്തേക്ക് കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. എത്രയോ യുദ്ധങ്ങൾ നടത്തി, എത്രയോ ആളുകളെ ദ്രോഹിച്ച് നിഗ്രഹിച്ച്, എന്നിട്ട് എന്ത് കൊണ്ടുപോയി? ഒന്നും കൊണ്ടുപോയില്ല. അപ്പോ ഇവിടെ ഉള്ള കാലം എല്ലാവരോടും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ഭഗവത് ഭക്തിയോടുകൂടി ജീവിക്കുക. നല്ല മനുഷ്യനായാൽ നല്ല ഭക്തനായി. നല്ല ഭക്തനാവുക എന്നുള്ളത് നല്ല മനുഷ്യനാവുക എന്നുള്ളത് കൂടിയാണ്. അപ്പോഴാണ് ഭഗവാൻ ആ മാലിന്യമില്ലാത്ത മനസ്സിലെ ഭഗവാൻ ഭിക്ഷ തരൂ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാമക്രോധ ലോഭ മത മാത്സര്യാദികളാകുന്ന ക്ലാവ് പിടിക്കാതിരിക്കാൻ എന്ത് വേണം? ഇവിടെ ആ രാധാപ്രിയനായിരിക്കുന്ന ഭഗവാന്റെ നാമങ്ങൾ, ഈ വിളക്കൊക്കെ തുടയ്ക്കാൻ ധാര എന്ന് പറഞ്ഞൊരു സാധനമാണ്, അത് ഇവിടെ ഭഗവാനാകുന്ന ആ രാധാപ്രിയന്റെ നാമങ്ങളെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ മനസ്സാകുന്ന ആ പാത്രത്തിന് ഒരിക്കലും ക്ലാവ് പിടിക്കില്ല. അങ്ങനെ വരുമ്പോൾ അത് എന്നും നല്ല പോലെ തേച്ചു മിനുക്കി ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ഭഗവാൻ വരും, തീർച്ചയായിട്ടും വരും. ഓടക്കുഴൽ പോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയാറുണ്ട്. ഓടക്കുഴലിന് ആ ദ്വാരങ്ങളുണ്ട്. ഓടക്കുഴലിനോട് ചോദിച്ചു, ഇത് എങ്ങനെ സാധിച്ചു ഭഗവാനോട് ചേർന്നിരിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ഓടക്കുഴൽ എന്താ പറയണത്? എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒന്നുമില്ലായ്മയാണ് എന്നെ ഭഗവാനിലേക്ക് എത്തിച്ചത്. എൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാതിരുന്നത് കൊണ്ട് ഭഗവാൻ എന്നെ എടുത്തു, ഭഗവാന്റെ അധരത്തോട് ചേർത്ത് വെച്ചു. ആ കരാങ്കുലികളെ എൻ്റെ ആ ദേഹത്തിൽ ഇങ്ങനെ തൊട്ട് ഉരുമുകയും അത് ഉയർത്തുകയും താഴ്ത്തുകയും അവിടുത്തെ ശ്വാസനിശ്വാസങ്ങളെ എന്നിലൂടെ കടത്തിവിടുകയും ചെയ്തു. അങ്ങനെ കടത്തിവിട്ടപ്പോഴോ ഇതൊന്നും എൻ്റെ കഴിവല്ല, ഞാനൊന്നും അറിയണില്ല, ഭഗവാന്റെ കയ്യിലെ വെറും ഒരു ഉപകരണം മാത്രമാണ് ഞാൻ. അങ്ങനെ ഭഗവാൻ വേണ്ട സമയത്ത് വിരലുകൾ ഉയർത്തുകയും വേണ്ട സമയത്ത് വിരലുകൾ താഴ്ത്തുകയും ചെയ്തപ്പോൾ, എൻ്റെ ഉള്ളിൽ യാതൊരു മാലിന്യവും ഇല്ലാതിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് മധുരമായ സംഗീതമുണ്ടായി. അല്ലെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ശബ്ദം വന്നു എന്ന് വന്നേക്കാം. നമ്മളല്ല തീരുമാനിക്കുന്നത്, ഓടക്കുഴലല്ല തീരുമാനിക്കുന്നത് ഏതൊക്കെ ദ്വാരങ്ങൾ അടയ്ക്കണമെന്നും ഏതൊക്കെ ദ്വാരങ്ങൾ തുറക്കണമെന്നും. മറിച്ച് ആരാ? ആ ഓടക്കുഴൽ ഉപയോഗിക്കുന്ന ഓടക്കുഴൽ വാദകനാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോ ഓരോ മനുഷ്യനെയും ഓടക്കുഴലായിട്ട് സങ്കല്പിച്ചാൽ അതിനെ വേണ്ട പോലെ ഉപയോഗിക്കുന്ന ഏറ്റവും ഉദാത്തമായിരിക്കുന്ന ഒരു സംഗീത മാന്ത്രികനാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ കൈകൾ ഉയർത്തും, അപ്പൊ നമുക്ക് സുഖം തോന്നും, കൈകൾ താഴ്ത്തും, ദുഃഖമെന്ന് തോന്നും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, ഭഗവാന്റെ സങ്കല്പം അനുസരിച്ചാണ്. അപ്പൊ ചിലപ്പോൾ ദുഃഖങ്ങൾ തരുന്നതും ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാവും. അതുകൊണ്ടാണ് കുന്തിദേവി നമ്മൾ ആദ്യത്തെ ദിവസം ഇന്നലെ തന്നെ ആ രംഗത്തെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു, വിപദസന്തു നശ്യൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാൽ അപുനർഭവ ദർശനം. എനിക്ക് ദുഃഖങ്ങളെ തരൂ ഭഗവാനെ എന്ന് കുന്തിദേവി പറഞ്ഞത് എന്താ? ദുഃഖങ്ങൾ ഉണ്ടാവുമ്പോൾ ഭഗവാനെ ഓർക്കും. സുഖത്തിന്റെ സുഖശീതളിമയിലിരിക്കുന്ന സമയത്ത് ഭഗവാനെ മറക്കാൻ സാധ്യതയുണ്ട്. ഉള്ളു ചൂടുമ്പോ അപ്പോൾ ഉറക്ക വിളിക്കും നമ്മൾ. അപ്പൊ നാണം വിട്ടുപോകും നമുക്ക്. അല്ലെങ്കിൽ ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്ന അധികാരത്തിലിരിക്കുന്ന ആളാണ്, ഞാനിങ്ങനെ ഉറക്ക ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ വളരെ പതുക്കെ മനസ്സ് നിർത്തിയിട്ടേ ഭഗവാനെ വിളിക്കുള്ളൂ. അത് പോയി കഴിഞ്ഞാൽ എല്ലാം വിട്ടുപോയി, എനിക്ക് ആരുമില്ല എന്ന അവസ്ഥ വരുമ്പോൾ, ആളുകളൊക്കെ മരിച്ചു കിടക്കുമ്പോൾ ഉറക്കെ കരയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? കാരണം എന്താ? ഭഗവാൻ മാത്രമാണ് ഏകാശ്രയം എന്ന ബോധ്യത്തിലേക്ക് കുറച്ചു സമയമെങ്കിലും കുറച്ച് നിമിഷമെങ്കിലും അയാൾക്ക് തോന്നൽ വരികയാണ്. ഇപ്പോഴാണ് അങ്ങനെ വിളിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വിളിക്കും ആളുകൾ. പല ആളുകളെയും നമുക്ക് കാണാം. ഗുരുവായൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, അവരുടെ ഉള്ളു ചുട്ട് അവർ വിളിക്കുകയാണ്. ആ ഉള്ളു ചുട്ട് വിളിക്കുന്നതിന് ഹരേ നമ ഇത്യുച്ചേർമുച്യതേ സർവപാതകാൽ എന്നാണ് ഒക്കെ വിളിക്കുമ്പോൾ ആ പഞ്ചാക്ഷരി, ഹരേ നമ എന്ന പഞ്ചാക്ഷരി നമ്മുടെ നാവിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അത് കേൾക്കും ഭഗവാൻ, തീർച്ചയായിട്ടും കേൾക്കും, യാതൊരു സംശയമില്ല. അപ്പോ ഇവിടെ പറഞ്ഞു, എന്നെ ഭഗവാനെന്നും പ്രധാന പുരുഷേശ്വരനെന്നും സർവഭൂതങ്ങൾക്ക് ആത്മാവ് എന്നൊക്കെ ആളുകൾ വിളിക്കണു. ഈ കാറ്റ് അടിക്കുന്നത് എന്നെ ഭയപ്പെട്ടിട്ടാണ്, സൂര്യൻ എന്നെ ഭയപ്പെട്ടിട്ടാണ് പ്രകാശിക്കുന്നത്, ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നതും അഗ്നി കത്തിയിരിക്കുന്നതും മൃത്യു തൻ്റെ പ്രവൃത്തി ചെയ്യുന്നതൊക്കെ എന്നിലുള്ള ഭയം കൊണ്ടാണ്. ഇപ്പൊ യോഗികൾ എന്ത് ചെയ്യുന്നു? ഭക്തിയോഗം കൊണ്ട്
ഒരിടത്തും ഭയമില്ലാതെ അഭയസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കുന്നു. തീവ്രമായ ഭക്തിയോഗം കൊണ്ട് മനസ്സ് എന്നിൽ അർപ്പിക്കപ്പെട്ട് തീവ്രേണ ഭക്തിയോഗേന മനോ മയ്യർപ്പിതം സ്ഥിരം എന്നാണ്. അതാണ് ഈ ലോകത്തിൽ മനുഷ്യരുടെ ഏറ്റവും മഹത്തായ ശ്രേയസ്. ഏതാവാനേവ ലോകേസ്മിൻ പുംസാം നിശ്രേയസോദയാ. നിശ്രേയസ്, ആ ശ്രേയസിന്റെ ഉദയം എന്ന് പറയുന്നത് ഈ ഭക്തിയോഗം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അവിടെ സൂചിപ്പിച്ചു. പിന്നെ ഭഗവാൻ മഹത്വത്വാദി സിദ്ധാന്തങ്ങളെ കുറിച്ച് പറയുകയാണ്. കുറച്ച് സങ്കീർണമായിട്ടുള്ള ഭാഗം ആണ് ഇവിടെ. ദേവഹൂതിയുടെ ചോദ്യം ഈ പ്രപഞ്ചത്തിന്റെ കാരണമായിരിക്കുന്ന പ്രകൃതി പുരുഷന്മാരുടെ ലക്ഷണം പറഞ്ഞു തരിക. സ്ഥൂല സൂക്ഷ്മങ്ങളായ എല്ലാ കാര്യങ്ങളും പ്രകൃതി പുരുഷാത്മകമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, സത്യത്തിൽ ആ ഭഗവാന്റെ ദിവ്യമായ ആ മായയെ ഒരർത്ഥത്തിൽ സത്വരജ സ്തമോമയമായിരിക്കുന്ന കാര്യമല്ലാത്ത കാര്യകാരണാത്മകമായിരിക്കുന്ന ഭേദരഹിതമായ സർവഭേദങ്ങൾക്കും ആശ്രയവുമായ അതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഈ പ്രകൃതിയുടെ തത്വങ്ങളെ കുറിച്ച് പറഞ്ഞു. അവിടെ പഞ്ചഭൂതങ്ങൾ 5, പഞ്ചേന്ദ്രിയങ്ങൾ 5, പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം എന്നിങ്ങനെ മഹാഭൂതങ്ങൾ 5, ഗന്ധം, രസം, സ്പർശം, ശബ്ദം, രൂപം എന്നിങ്ങനെയുള്ള തന്മാത്രകൾ 5, ശ്രോത്രം, ത്വക്ക്, ചക്ഷുസ്, രസന, നാസിക എന്നിങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5, വാക്ക്, പാണി, പാദം, മേഢ്രം, വായു എന്നിങ്ങനെ കർമ്മേന്ദ്രിയങ്ങൾ 5, ഇങ്ങനെ 20 തത്വങ്ങൾ. അതോടൊപ്പം തന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇങ്ങനെയുള്ള 4 വൃത്തികൾ ചേരുമ്പോൾ അപ്പോഴാണ് 24 തത്വങ്ങൾ. നമ്മൾ നേരത്തെ വിരാട് സ്വരൂപ വർണ്ണനയിലൊക്കെ അത് അനുസ്മരിക്കേണ്ടായി. അപ്പൊ ഇങ്ങനെ ഈ പ്രകൃതിയിലെ ഈ തത്വങ്ങൾ ചേർന്ന് വിരാട് സ്വരൂപമായിട്ട് തീർന്നു. ഭഗവാനും കൂടി ചേർന്ന് 25 തത്വങ്ങളോടുകൂടി. എന്നിട്ട് പറഞ്ഞു, പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ ജീവികളുടെ ആ ഉള്ളിൽ ഗുണങ്ങളോടുകൂടിയ പ്രകൃതിയിൽ തൻ്റെ വീര്യത്തെ ആധാനം ചെയ്തു. അപ്പോഴാണ് പ്രകൃതി ഈ മഹത്തത്വത്തെ സൃഷ്ടിച്ചത്. മഹത്തത്വം, അഹങ്കാരം തുടങ്ങിയ വളരെ ഗഹനമായിട്ടുള്ള പദങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടി വരിക. അങ്ങനെ ഭഗവാന്റെ ഈ മഹത്തത്വത്തിൽ നിന്നും അഹങ്കാരം എന്ന ഭാവമുണ്ടായി. അതിൽ തന്നെ 3 തരത്തിലുള്ള അഹങ്കാരങ്ങൾ: സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം എന്നിങ്ങനെ 3 തരത്തിൽ. അവിടെ പറഞ്ഞു, ഈ ഭഗവത് സങ്കല്പം സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സ് എന്ന തത്വത്തെ ഉണ്ടാക്കി. മനസ്സിൽ നിന്ന് കാമരൂപമായിരിക്കുന്ന പ്രവൃത്തി ഉണ്ടായി. ഇന്ദ്രിയങ്ങളെ നയിക്കുന്ന ആ മനസ്സിനെ ഇവിടെ അനിരുദ്ധൻ എന്നുള്ള സങ്കല്പത്തിലാണ് പണ്ഡിതന്മാരെ ആശ്രയിക്കുന്നത്. ചതുർമൂർത്തികളാണ് ഭഗവാൻ: അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, വാസുദേവൻ, സംഘർഷണൻ എന്നിങ്ങനെ. അങ്ങനെ ആ പറഞ്ഞു, അത്തരത്തിൽ അനിരുദ്ധ ഭാവത്തിലും പ്രദ്യുമ്ന ഭാവത്തിലും വാസുദേവ ഭാവത്തിലും സംഘർഷണ ഭാവത്തിലും ഈ അഹങ്കാരങ്ങൾ നിലനിൽക്കുന്നു എന്നും അവിടെ സൂചിപ്പിച്ചു. പിന്നീട് അവിടെ ചോദിക്കുകയാണ്, ഈ എങ്ങനെയാണ് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ഈ സ്വരൂപം ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആദ്യം ആ മുഖമുണ്ടായി, പിന്നെ വാക്കുണ്ടായി. അഗ്നിദേവത വാക്കോടുകൂടി മുഖത്ത് പ്രവേശിച്ചു. പിന്നെ നാസികയുണ്ടായി. ഘ്രാണേന്ദ്രിയം പ്രാണനാൽ പ്രേരിതമായി നാസികയിൽ പ്രവേശിച്ചു. ഘ്രാണത്തിൽ നിന്ന് വായുദേവതയുണ്ടായി. പിന്നെ കണ്ണുകളുണ്ടായി, അതിൽ ചക്ഷുരിന്ദ്രിയം രൂപം കൊണ്ടു. പിന്നെ ചെവികൾ, അതിൽ ശ്രോത്രേന്ദ്രിയം ഉണ്ടായി. പിന്നെ ത്വക്ക്, രോമം, താടി തുടങ്ങിയവ ഉണ്ടായി. അതിൽ നിന്ന് ഓഷധികൾ ഉണ്ടായി. പിന്നെ ഉപസ്ഥേന്ദ്രിയാധിഷ്ഠിത ദേവതകൾ ഉണ്ടായി. ശിഷ്ണത്തിൽ നിന്ന് ഉപസ്ഥേന്ദ്രിയം ഉണ്ടായി. എന്നിട്ട് അതിൽ നിന്ന് ബുധം, അതിൽ നിന്ന് പായു എന്ന ഇന്ദ്രിയം, അതിൽ നിന്ന് മൃത്യു ഉണ്ടായി. കൈകളുണ്ടായി. ഇങ്ങനെ ആ സ്വരൂപം, വിരാട് സ്വരൂപം. പക്ഷേ ഇത് മനസ്സിൽ നിന്ന് ചന്ദ്രൻ, അതിൽ നിന്ന് ബുദ്ധി, ബുദ്ധിയുടെ ദേവതയായ ബ്രഹ്മാവ്, അഹങ്കാരം, അഹങ്കാരത്തിന്റെ ദേവതയായ രുദ്രൻ, ഇതൊക്കെ ആണെങ്കിലും ഈ ദേവതകൾക്കൊന്നും തന്നെ വിരാട് പുരുഷനെ ഉണർത്താനായിട്ട് സാധിച്ചില്ല എന്ന് അവിടെ പറയുന്നു. വന്യർവാചാമുഖം ഭേജേ നോതതിഷ്ഠത്തതാ വിരാട് എന്നാണ്. അഗ്നി വാക്കോടുകൂടി മുഖത്തിലേക്ക് പ്രവേശിച്ചു, പക്ഷേ വിരാട് പുരുഷന് ഉണർവുണ്ടായില്ല.
ഘ്രാണേന നാസികേ വായുർ നോദതിഷ്ഠത്തഥാ വിരാട്. അങ്ങനെ കാണാം നമുക്ക്. അപ്പോ ആ അഗ്നി വാക്കോടുകൂടി മുഖത്തിൽ പ്രവേശിച്ചിട്ടും വായു ഘ്രാണേന്ദ്രിയത്തോടുകൂടി നാസികയിൽ പ്രവേശിച്ചിട്ടും ആദിത്യൻ സൂര്യൻ ചക്ഷുരേന്ദ്രിയത്തോടുകൂടി കണ്ണിൽ പ്രവേശിച്ചിട്ടും ദിക്കുകൾ ശ്രോത്രേന്ദ്രിയത്തോടുകൂടി കർണത്തിലേക്ക് വന്നിട്ടും ഓഷധികൾ രോമത്തോടുകൂടി ത്വക്കിലേക്ക് വന്നിട്ടും ഒന്നും വിരാട് സ്വരൂപത്തിന് ഉണർവുണ്ടായില്ല. അവസാനം എന്തായി? ആ ഭഗവാൻ വിരാട്ട് എപ്പോഴാണ് ക്ഷേത്രജ്ഞൻ ചിത്രത്തോടുകൂടി ഹൃദയത്തിൽ പ്രാപിക്കുന്ന സമയത്ത് മാത്രമേ വിരാട് പുരുഷന് ഉണർവുണ്ടായുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോ ലോകത്തിൽ സകല ചരാചരങ്ങളിലും ചൈതന്യമായി നിൽക്കുന്ന ആ ആത്മാവിനെ തിരിച്ചറിയലാണ് വേണ്ടത്. അത് എങ്ങനെ സാധിക്കുന്ന പറയുന്നത്? ഭക്തി കൊണ്ടും വൈരാഗ്യം കൊണ്ടും ജ്ഞാനം കൊണ്ടും മാത്രം ആണ് ഇത് സാധിക്കുള്ളൂ. എന്താ ഭക്തി? ജ്ഞാനവും വൈരാഗ്യവും, അറിവും വിരക്തിയും. വേണ്ടതിനെ വേണ്ട പോലെ അറിയുന്നതിന് ജ്ഞാനമെന്നും വേണ്ടാത്തതിനെയൊക്കെ തള്ളി 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 അവസാനം ആ ചൈതന്യത്തെ തിരിച്ചറിയാം. അപ്പൊ അതിന് വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വൈരാഗ്യമല്ല ഭാഗവതത്തിൽ വൈരാഗ്യം. നമ്മളെ വൈരാഗ്യം എന്നുള്ളത് വൈരത്തിനാണ് ഉപയോഗിക്കാറുള്ളത്. വൈരാഗ്യം വിരക്തിയാണ്. വിഷയങ്ങളോടുള്ള വിരക്തി, ഭഗവാനോടുള്ള ആസക്തി, അത് രണ്ടും. അപ്പോൾ ഭക്തി ഉദിക്കും എന്നും അവിടെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് അഷ്ടാംഗയോഗത്തെ അവിടെ പറയുകയാണ് ഭഗവാൻ കപിലവാസുദേവൻ ദേവഹൂതിയുടെ മുന്നിൽ. എന്താണ് ഈ അഷ്ടാംഗയോഗം? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. നമ്മൾ ആദ്യം തന്നെ ധ്യാനിക്കാനാണ് ശീലിക്കേണ്ടത്. പക്ഷേ ധ്യാനം എന്നുള്ള ആ അവസ്ഥ അതിൻ്റെ 7ാമത്തെ തലത്തിലാണ്. അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ശീലിക്കാനുണ്ട്. അല്ലെങ്കിൽ ധ്യാനിച്ചിരിക്കുന്നത് പോലെ കാണിക്കാമെന്നേ സാധിക്കുള്ളൂ. കണ്ണൊക്കെ അടച്ച് ആ ഇങ്ങനെയൊക്കെ കൈയൊക്കെ പിടിച്ചൊക്കെ ഇരിക്കുന്നത് കാണാം ആളുകളെ. പക്ഷേ ധ്യാനിക്കുമ്പോഴും ആ ധ്യാനം വേണ്ടതുപോലെ ആയിത്തീരണമെങ്കിൽ എന്തു വേണം? അതിനു മുമ്പുള്ള കുറേ കാര്യങ്ങൾ നടപ്പാവണം. അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുമ്പോൾ ആദ്യത്തിൽ ദേവഹൂതി പറഞ്ഞ പോലെ വല്ലാത്തൊരു ഇരുട്ട്, അല്ലെങ്കിൽ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. പക്ഷേ മനസ്സിനെ അചഞ്ചലമായി പിടിച്ചു നിർത്താനും ആ കണ്ണുകൊണ്ട് അടയുമ്പോൾ, അല്ലെങ്കിൽ അർദ്ധനിമീലിത നേത്രം എന്നൊക്കെയാ പറയാ, കണ്ണുകൾ പൂർണ്ണമായിട്ട് അടയില്ല, കുറച്ച് തുറന്ന് കുറച്ച് അടച്ച്, എന്നിട്ട് നാസികാഗ്രത്തിലേക്ക് നോക്കി ഇരിക്കണം. അങ്ങനെയൊക്കെയാണ് ധ്യാനത്തിന്റെ ഒരവസ്ഥ. പക്ഷേ ആ ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം എന്ത് വേണം? അതിനാണ് യമം എന്ന് പറഞ്ഞത്. യമം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ അനുഷ്ഠിക്കേണ്ടുന്ന നിയമങ്ങൾ. ധർമ്മത്തിലൂടെ ചലിക്കുക, അതേപോലെ സത്യം പറയുക, ഇതൊക്കെ യമങ്ങളാണ്. അതിലിപ്പോ സ്ത്രീ പുരുഷ ഭേദമില്ല, ബ്രാഹ്മണ ക്ഷത്രിയ വ്യത്യാസമില്ല. എല്ലാവരും ഒരേപോലെ അനുഷ്ഠിക്കണം, ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഒരേപോലെ യമത്തെ ശീലിക്കുക. അങ്ങനെ ആ പറഞ്ഞു ഇവിടെ സത്യനിഷ്ഠ, മറ്റുള്ളവന്റെ ധനം മോഹിക്കാതിരിക്കുക, അത്യാവശ്യം വേണ്ടത് മാത്രം സ്വീകരിക്കുക, ബാഹ്യാന്തര ശുദ്ധി, വേദാധ്യയനം, ഭഗവതാരാധന, വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക, ഇതൊക്കെ ഈ യമത്തിൽ പെടുമെന്ന്. അത് കഴിഞ്ഞാൽ യമം നിയമമാണ്. പിന്നെ നിയമം ഓരോ വർണ്ണങ്ങളിലും ഓരോ ആശ്രമങ്ങളിലും ഓരോ ദേശത്തിനും കാലത്തിനുമൊക്കെ അനുസരിച്ച് നിയമങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക. എന്തിനു നിയമം? നിയമങ്ങൾ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യനെ ആ നല്ല പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങളൊക്കെ. അല്ലാതെ ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നവരുടെ ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ നേരെ വണ്ണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിയമങ്ങളുണ്ട്. യമം, നിയമം അതൊക്കെ വേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ യമം, നിയമം, ആസനം, യോഗാസനങ്ങളൊക്കെ ശീലിക്കുക. അതെന്താ? ശരീരത്തിന്റെ ആ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. ഇതം ശരീരം, ഈ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ഭഗവാനെ ആരാധിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ശരീരത്തിനും പ്രാധാന്യമുണ്ട്. ശരീരത്തിൽ ബന്ധമുണ്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കുള്ളൂ, ഭഗവാനെ ഒന്ന് പോയി തൊഴണമെങ്കിൽ. അപ്പൊ ശരീരത്തെ സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതം ശരീരം ആ ഖലു ധർമ്മസാധനം എന്നാണ്. ധർമ്മത്തെ വേണ്ട പോലെ സാധിപ്പിക്കാൻ നല്ല ശരീരം വേണം. അപ്പോൾ യോഗാസനങ്ങളൊക്കെ ചെയ്യാം. ഏത് ആ ആസന വിധിയിലൂടെയാണോ നമുക്ക് ഏറ്റവും സുഖമായിട്ടിരിക്കാൻ സാധിക്കുക, ആസന ജയം നേടാൻ സാധിക്കുക, അത് ആയിക്കോട്ടെ എന്നാണ്. സുഖാസനത്തിലാണെങ്കിൽ അങ്ങനെ, പത്മാസനത്തിലാണെങ്കിൽ അങ്ങനെ. എത്ര നേരം ഇരിക്കണം ഒരേ അവസ്ഥയിൽ? അത് 3 മണിക്കൂറോളം വേണമെന്നൊക്കെയാണ് പറയുന്നത്. 3 മണിക്കൂർ പോയിട്ട്
30 മിനിറ്റ് നമുക്ക് അനങ്ങാതിരിക്കാൻ സാധിക്കില്ല. അപ്പോഴേക്കും നമ്മുടെ കാല് വേദനിക്കും, കൈ വേദനിക്കും, അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു നിലയിലേക്കൊന്നും എത്താൻ സാധിച്ചിട്ടില്ല എന്ന് അത് കാണിക്കരുത്. യമം, നിയമം, ആസനം, പ്രാണായാമം. അടുത്തത് അതെന്തിനാ? ആ നാഡീശുദ്ധി, ആ വെണ്ട പോലെയുള്ള വായുവിനെ പിടിച്ചു വെക്കാനുള്ള കഴിവ്, അത് നാഡിയെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോ പൂരകം, ആദ്യം രേചകം, കുംഭകം, പൂരകം, ഇങ്ങനെ 3 തരത്തിൽ ആ ശ്വാസത്തെ അകത്തേക്ക് വലിക്കുക. പൂരക, കുംഭക, രേചകം. ആദ്യം അകത്തേക്ക് വലിക്കുക, അവിടെ പിടിച്ചു വെക്കുക, പുറത്തേക്ക് വിടുക. അകത്തേക്ക് വലിക്കുന്നതിന്റെ ഇരട്ടി സമയമെടുത്ത് വേണം പുറത്തേക്ക് വിടാൻ. ഇങ്ങനെ ചെയ്ത് 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 ആ പ്രാണായാമം കഴിഞ്ഞാൽ പിന്നെ പ്രത്യാഹാരം. നമ്മുടെ ആ ബാഹ്യചക്ഷുസുകൾ, പുറത്തേക്ക് നോക്കിയിരുന്ന ആ കണ്ണുകളെ അകത്തേക്ക് തിരിച്ചു വയ്ക്കുക. കൂർമ്മത്തിനെ പോലെ ആവുക എന്നൊക്കെ പറയും. ഇന്ദ്രിയങ്ങളെയൊക്കെ അകത്തേക്ക് വലിച്ചു വെക്കാൻ സാധിക്കുക. കണ്ണുകൾ അടച്ചിരിക്കുക. എന്തിനാ? കണ്ണുകൊണ്ട് അല്ലെങ്കിൽ പലതും കാണാനുള്ള ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് യോഗീശ്വരന്മാരൊക്കെ കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ചെവിയെയും നമുക്ക് അടയ്ക്കാൻ സാധിക്കണം. അതേപോലെ ആ ഘ്രാണേന്ദ്രിയം, മൂക്കിനെ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ മൂക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. അതല്ല, ആവശ്യമില്ലാത്ത ഗന്ധങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ ശീലിപ്പിക്കുക അതിനെ എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ പ്രത്യാഹാരം കഴിഞ്ഞാൽ ധാരണ. പുറത്തേക്ക് ഒഴുകിയിരുന്ന മനസ്സ് അകത്തേക്ക് തിരിഞ്ഞൊഴുകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇതിന് ധാരണ എന്ന് പറയും. ഈ യോഗ മാർഗങ്ങളൊക്കെ കുറച്ച് കടുപ്പമാണ്. അതാണ് ഭാഗവതം പല സന്ദർഭങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം നാമസങ്കീർത്തനാണ് എന്ന്. പക്ഷേ നമുക്ക് വെറുതെ നാമം ജപിച്ചാൽ ഭഗവാൻ അനുഗ്രഹിക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ട് നമ്മൾ മൂക്ക് അടച്ചു പിടിച്ചും കാല് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടും ഇങ്ങനെയൊക്കെ പല ഏർപ്പാടുകളും ചെയ്യും. നാരായണ എന്ന് ജപിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും അറിയില്ല, വെറുതെ പറയണതാണ്. മന്ത്രം ജപിക്കണം എന്നൊക്കെയാണ്. ഘ്രാം ഘ്രീം ഘ്രൂം ഘ്രൗ എന്നൊക്കെ കുറേ പറഞ്ഞാലേ കേമാവുള്ളൂ എന്നൊക്കെ ആളുകൾ വിചാരിച്ചിരിക്കണം. ഏതായാലും ധാരണ കഴിഞ്ഞാൽ എന്നിട്ട് വേണം ധ്യാനം. ധ്യാനത്തിന്റെ തുടക്കത്തിൽ എങ്ങനെയാ? ഞാൻ ഭഗവാനെ ധ്യാനിക്കുന്നു എന്നാണ് ആദ്യത്തെ പടി. അങ്ങനെ ഞാൻ ഭഗവാനെ ധ്യാനിക്കുന്നു എന്ന് വിചാരിച്ച് കുറച്ചു കഴിയുമ്പോൾ എന്താവും? അതിലെ ഞാൻ എന്നുള്ള സങ്കല്പം ഇല്ലാതെയാവും. ഞാൻ എന്ന ആ അഹന്ത അവിടെ ഇല്ലാതെയാവും. അത് കഴിയുമ്പോൾ ഭഗവാനെ ധ്യാനിക്കുന്നു. അപ്പോഴും കർമ്മം നിലനിൽക്കുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ ധ്യാനിക്കുന്നു എന്നുള്ള കർമ്മം കൂടി നമ്മളുടെ ആ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടും. പിന്നെ ഭഗവാനും താനും ഒന്നായിത്തീരുന്ന ആ അവസ്ഥ, ഇതിനാണ് സമാധി എന്ന് പറയുന്നത്. ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നൊക്കെ അർത്ഥം കൽപ്പിക്കാറുണ്ട്. അപ്പോൾ ബുദ്ധി നേരാമണം, ഒരേപോലെ സമമായിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഏത് രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കണം? ഭഗവാൻ ഇവിടെ വളരെ മനോഹരമായിട്ട് നമ്മൾ കർദമ പ്രജാപതി എങ്ങനെയാണോ ഭഗവാനെ തപസ് ചെയ്തത് അതേ തരത്തിൽ ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തൻ്റെ സ്വരൂപ വർണ്ണന അവിടെ പറഞ്ഞു കൊടുക്കുന്നു. സഞ്ജിന്തയിൽ ഭഗവത ചരണാരവിന്ദം എന്ന രീതിയിൽ ഭഗവാന്റെ പാദാരവിന്ദം മുതൽ ആ പാദാദികേശം, കേശാദിപാദം ഭഗവാനെ വിചാരിക്കുക. അതിലേതാ എളുപ്പം എന്ന് വെച്ചാൽ, ഇനിയിപ്പോ വിഷ്ണുവിനെ ധ്യാനിക്കാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അതല്ല, ഭഗവതി ആണെങ്കിൽ ഭഗവതി, മഹാദേവനാണെങ്കിൽ മഹാദേവൻ. ഇവിടെ ഭഗവാൻ പറയുന്നത് വജ്രം, അങ്കുശം, ധ്വജം, താമര തുടങ്ങിയ ദിവ്യമായ അടയാളങ്ങളോട് കൂടിയ ആ ഭഗവാന്റെ ദിവ്യമായ പാദത്തെ ആദ്യം ഏകാഗ്രമായിട്ട് ചിന്തിക്കുക. പദഭജനം ശ്രേയ ഇത്യാലബന്ധം ഭട്ടതിരിപ്പാട് പറയുന്ന ആ പാദാരബന്ധങ്ങളെയാണ് ആദ്യം ആശ്രയിക്കേണ്ടത്. പിന്നെ ഓരോ സ്വരൂപത്തിലെ ഓരോ ഭാഗങ്ങളെ കണ്ട് അങ്ങ് മുകളിൽ ഭഗവാന്റെ മന്ദഹാസം, പിന്നെ ആ പഞ്ചമി ചന്ദ്രതുല്യമായിരിക്കുന്ന തിരുനെറ്റി, പിന്നെ കിരീടം, അതേപോലെ മകരകുണ്ടലങ്ങള്, മയിൽപ്പീലി, ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആ ആർദ്രമായ ഭക്തിയിലേക്ക് എത്തും. അർപ്പിത മനസ്സായിട്ട് തീരും. പിന്നെ വേറൊന്നും കാണണ്ട എന്ന തോന്നലിലേക്ക് മനുഷ്യരെത്തും. ഇതാണ് സമാധി എന്നുള്ള അവസ്ഥ എന്നും അവിടെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ഭക്തിയുടെ യഥാർത്ഥ രൂപത്തെ വീണ്ടും ചോദിക്കുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള ഭക്തിയുണ്ട്? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഭക്തിയോഗോ ബഹുവിധോ മാർഗേർ ഭാമിനി ഭാവ്യത്തെ സ്വഭാവഗുണമാർഗേണ പുംസാം ഭാവോ വിഭിദ്യത.
ഭക്തിയോഗം പലതരത്തിലുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഭക്തി ഏത് തലത്തിലാണ് നിൽക്കുന്നത്. താമസഭക്തി, രാജസഭക്തി, സാത്വിക ഭക്തി, നിർഗുണ ഭക്തി. അതല്ലെങ്കിൽ അവിടെ പ്രാകൃത ഭക്തി, മധ്യമ ഭക്തി, ഉത്തമ ഭക്തി, നിഷ്കാമ ഭക്തി. താമസഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവർ നശിക്കണം എന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ ഭജിക്കുന്ന ആളുകൾ, രാക്ഷസന്മാര്, അസുരന്മാരൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ ഭഗവാനെ ഭജിക്കുന്ന ആളുകളാണ്. അവര് മറ്റുള്ളവരെ തോൽപ്പിക്കണം, എനിക്ക് ജയിക്കണം എന്നൊക്കെ വിചാരത്തോടു കൂടി ഭഗവാനെ ഭജിക്കുക. മറ്റുള്ളവരെ നശിക്കണം, ഞാൻ മാത്രം സുഖമായിട്ട് ജീവിക്കണം, ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളുണ്ടാവും. അത് താമസഭക്തിയാണ്. പക്ഷേ ആ ഭക്തിയെയും അധമഭക്തി എന്ന് പറയുന്നില്ല, പ്രാകൃത ഭക്തി എന്നാണ് പറയുന്നത്. കുറച്ച് പ്രാകൃതമാണെന്നുള്ളൂ. ഉള്ളിൽ ഭക്തിയുണ്ട്, ഭഗവാനെ അറിയുന്നുണ്ട്. എന്നാൽ അടുത്തതോ മറ്റുള്ളവരുടെ കാര്യം എന്തായാലും കുഴപ്പമില്ല, എനിക്ക് നല്ല ജോലി വേണം, നല്ല വിവാഹം കഴിക്കണം, കുട്ടികൾ ഉണ്ടാവണം, അവരുടെ വിവാഹം നടക്കണം, അവർക്ക് ജോലി വേണം, അവർക്ക് കുട്ടികൾ ഉണ്ടാവണം, ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ ലൗകികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ ആശ്രയിക്കുക. ഇന്ന കാര്യം നടത്തി കഴിഞ്ഞാൽ ഭഗവാനെ ഇന്നത് തരാം, ഇല്ലെങ്കിലോ ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മുടെ വഴിപാടിൻ്റെ രീതി തന്നെ അങ്ങനെയാണ്. ഇത് നടന്നാൽ ഭഗവാൻ അല്ലാണ്ട്, ഇല്ലെങ്കിലും ഒന്നുമില്ല. ഇപ്പൊ ഭഗവാന്റെ ഉത്തരവാദിത്തമാണ് നടത്തി തരേണ്ടത്, ഞാൻ അതിൻ്റെ ഒരു പങ്ക് അങ്ങോട്ട് തരാം എന്നാണ് പറയണത്. ഇത് രാജസഭക്തിയാണ്, അല്ലെങ്കിൽ മധ്യമ ഭക്തിയാണ്. ഉത്തമ ഭക്തി അല്ലെങ്കിൽ സാത്വികമായ ഭക്തി എന്ന് പറയുന്നത് എന്താ? മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട്, ഈ മുക്തി ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കുക. ഇതിന് ഉത്തമ ഭക്തി എന്ന് പറയുന്നു. എന്നാൽ ഈ മോക്ഷം പോലും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നാഗപൃഷ്ടം എന്നുവെച്ചാൽ പാരമേഷ്ട്യം, സാർവഭൗമം, രസാധിപത്യം, യോഗസിദ്ധീരപുനർഭവം വാ, മുക്തി പോലും ആഗ്രഹിക്കാതെ ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ള തലത്തിലേക്ക് എത്തുന്നവരാണ് നിഷ്കാമ ഭക്തൻ. നിർഗുണ ഭക്തി എന്ന് പറയുന്നത്. നിർഗുണൻ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളില്ലാത്തവൻ, നമ്മളെ ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അയാളൊരു നിർഗുണനാണ് എന്ന് പറയാറുണ്ട്. സത്യത്തിൽ നിർഗുണമായ ഭാവത്തിലേക്ക് എത്തുകയാണ് വേണ്ടത്. സത്വരജസ് തമോ ഗുണങ്ങൾക്ക് അതീതമായ ഭാവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക. അതാണ് നിർഗുണ ഭക്തി അല്ലെങ്കിൽ നിഷ്കാമ ഭക്തി എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ നിഷ്കാമ ഭക്തി ഉണ്ടാവോ? ഉണ്ടാവില്ല. വേണമെങ്കിൽ പറയാനൊക്കെ സാധിക്കും, പക്ഷേ ആ ഒരു തലത്തിലേക്ക് എത്താൻ എളുപ്പമല്ല, ഭഗവാൻ പറഞ്ഞു തരുന്നു. പിന്നെ എന്തു വേണം? പതിയെ ആദ്യം ചിലപ്പോൾ താമസഭക്തിയാവും, പിന്നെ രാജസഭക്തി, രാജസഭക്തിയിൽ നിന്ന് സാത്വിക ഭക്തി, സാത്വിക ഭക്തിയിൽ നിന്ന് നിഷ്കാമ ഭക്തി. അപ്പോഴേക്കൊക്കെ ഈ ജന്മം കഴിയും നമ്മുടെ. അത്ര എളുപ്പമൊന്നുമല്ല. നിഷ്കാമനാണ്, എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയാം എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഭഗവാൻ പറയണു. എന്നിട്ട് പറഞ്ഞു, ഭക്തി യോഗശ്ച മയാ മാനവ്യുധീരിത യയോരേകതരേണേവ പുരുഷം പ്രത്യേക എന്ന് ഭഗവാൻ പറയാണ്. ഇവിടെ ഭക്തിയോഗവും അഷ്ടാംഗയോഗവും ഞാൻ ഉപദേശിച്ചു. ഈ രണ്ട് യോഗങ്ങളിൽ നിന്നും പരമപുരുഷനെ അറിയാനായിട്ട് സാധിക്കും. ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്നും പറയുന്ന ആ ഈശ്വരൻ, അതിനെ തിരിച്ചറിയാം. ഒക്കെ ഒന്ന് തന്നെ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആരോടും പ്രിയമോ അപ്രിയമോ ഇല്ല. ഒരാളോട് പ്രത്യേകിച്ച് ഭഗവാന് വിരോധമില്ല. അപ്പോ ആ ഭഗവാനെ മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന് അവിടെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഓരോന്നിനെ കുറിച്ച് പ്രത്യേകമായിട്ട് ആ ഭഗവത് അനുഗ്രഹം ലഭിച്ച ഏകാന്ത ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞു. ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹാസക്തന്മാരായിട്ടുള്ള ആളുകള്, കുടുംബാരാമന്മാരായിട്ടുള്ള ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. തൻ്റെ കുടുംബം അവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ, കഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് അവസാനം നരകദുഃഖം അനുഭവിക്കേണ്ടി വരും. ഭഗവാനെ അറിയാതെ, ഭഗവാന്റെ നാമം ജപിക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് നരകദുഃഖം ഇഹത്തിലും പരത്തിലും അനുഭവിക്കേണ്ടി വരും എന്ന് ഇവിടെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പാപങ്ങൾ, നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് പാപങ്ങൾ ചെയ്തിരുന്നുണ്ട്. ഇനി പഞ്ചമസ്കന്ധത്തിന്റെ അവസാനത്തിൽ നരകവർണ്ണനയുടെ സമയത്ത് നമുക്ക് കേൾക്കാം നമ്മൾ ചെയ്യുന്ന പല പാപങ്ങളെ കുറിച്ചും അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന നരകങ്ങളെ കുറിച്ചൊക്കെ ചെറുതായിട്ട് ഒന്ന് വിശദീകരിക്കേണ്ടവിടെ. അപ്പോ ഇത്തരത്തിൽ പാപം ചെയ്തു കഴിഞ്ഞാൽ നരകദുഃഖം അനുഭവിക്കേണ്ടി വരും. ഈ നരകം അനുഭവിച്ചു കഴിഞ്ഞാൽ, നരകത്തില് ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ
അവസാനം എന്ത് ചെയ്യും? ഒരുവിധം ശുദ്ധനായി തീർന്നാൽ പുണ്യപാപങ്ങൾ ഒരേപോലെ ആയിരുന്ന അവസ്ഥയിൽ മനുഷ്യ ശരീരം ലഭിക്കുന്നു അയാൾക്ക്. അപ്പൊ ഈ മനുഷ്യ ശരീരം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതാണ് പിന്നീട് ഭഗവാൻ ഒരു അധ്യായം കൊണ്ട് പറഞ്ഞത് മാനവ ബീജ വികാസക്രമം, ജീവഗതി എന്ന് പറയും. ആധുനിക രീതിയിൽ പറഞ്ഞാൽ ഗൈനക്കോളജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഭഗവാൻ പറഞ്ഞു, കർമ്മണ ദൈവനേത്രേണ ജന്തുർദേഹോപവത്തയെ. ജന്തു ദേഹം പ്രാപിക്കുന്നത് ഈശ്വരപ്രേരിതമായ പൂർവകർമ്മങ്ങളെ കൊണ്ടാണ്. അങ്ങനെ പുരുഷന്റെ നേതസ് സ്ത്രീയുടെ ഉദരത്തിലേക്ക് എത്തുന്നു. എന്നിട്ട് പറയുകയാണ് കലലം ഏകരാത്രേണ. ആദ്യത്തെ രാത്രിയിൽ ഈ സ്ത്രീയുടെ ആ ഉദരത്തിലെത്തുന്ന പുരുഷന്റെ രേതസ് അത് അണ്ഡവുമായിട്ട് ചേർന്ന് പറയുന്ന പേരാണ് കലലം. അടുത്തത് പഞ്ചരാത്രേണ ബുദ്ബുദം. 5 ദിവസമാകുമ്പോൾ അതിന് ബുദ്ബുദം എന്ന പേര്. 10ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ബദരീഫലം പോലെ കട്ടിയുള്ള ഒരു മാംസപിണ്ഡം പോലെ ആവുന്നു. എന്നിട്ടോ അത് പിണ്ഡാകാരമായിട്ടോ അല്ലെങ്കിൽ മുട്ടയായിട്ടോ തീരുന്നു. 1 മാസം കൊണ്ട് ശിരസ്സുണ്ടാവുന്നു. 2ാമത്തെ മാസത്തിൽ കൈകാലുകൾ ഒക്കെ ഉണ്ടാവുന്നു. 3ാമത്തെ മാസത്തിൽ നഖങ്ങൾ, രോമങ്ങൾ, എല്ലുകൾ, തോല്, സ്ത്രീ പുരുഷ ഭേദം ഇവയൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ ആധുനിക വൈദ്യശാസ്ത്രവും അതല്ലേ പറയുന്നത് 3 മാസമാവട്ടെ സ്കാൻ ചെയ്തിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയാം. എത്രയോ കാലം മുമ്പ് തന്നെ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നു നഖലോമാസ്തി ചർമാണി ലിംഗഛിദ്രോദ്ഭവ സ്ത്രീഭി. 3ാമത്തെ മാസത്തിൽ സ്ത്രീ പുരുഷ ഭേദമുണ്ടാവും. 4ാമത്തെ മാസത്തിൽ സപ്തധാതുക്കൾ ഉണ്ടാവുന്നു. 5ാമത്തെ മാസത്തിൽ വിശപ്പും ദാഹവും ഉണ്ടാവുന്നു. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയെ ഉദരത്തിൽ സ്വീകരിച്ചിട്ടുള്ള അമ്മയ്ക്കും വിശപ്പും ദാഹവും കൂടിക്കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാലോ 6ാമത്തെ മാസത്തിൽ മറുപിള്ളയാൽ ആ ജരായുവിനാൽ മൂടപ്പെട്ട വയറിന്റെ വലതുഭാഗത്തായിട്ട് കിടക്കും. മാതാവ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ രസമനുസരിച്ച് പുളിയാണെങ്കിൽ പുളി, എരിവാണെങ്കിൽ എരിവ്, അതൊക്കെ ഈ കുട്ടിയുടെ ദേഹത്ത് വല്ലാത്ത വേദന ഉണ്ടാക്കും. കുട്ടി അവിടെ ഞെളിവിരി കൊള്ളുന്ന ഈ നാഡീ ഞരമ്പുകളാൽ ചുറ്റപ്പെട്ട് അങ്ങനെ കഴിയുന്ന എങ്ങനെ ശകുന്തൈവ പഞ്ചര, കൂട്ടിലടക്കപ്പെട്ട ഒരു പക്ഷിയെ പോലെ അമ്മയുടെ വയറ്റിൽ. അമ്മയുടെ ദുഃഖം എല്ലാവരും കവികളും ഒക്കെ പാടാറുണ്ട്. ഈ കുട്ടിയുടെ ദുഃഖം ഇതേവരെ പാടിയിട്ടില്ല. ഇനി അതൊന്ന് പാടണം തോന്നുന്നുണ്ട്. കുട്ടിയുടെ ദുഃഖമാണ് ഭഗവാൻ പറയുന്നത്. കുട്ടി അതിൽ കിടന്ന് കടുതീഷ്ണോഷ്ണ ലവണ രൂക്ഷാമ്ല ആദിഭിൽബണൈ മാതൃഭുക്തൈ. അമ്മ കഴിക്കുന്നത്, അമ്മ ധാരാളം കടുമാങ്ങയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കുട്ടി അവിടെ കിടന്ന് പെട്ടയും. അതിൻ്റെ നേർത്ത ശരീരത്തിൽ വല്ലാത്ത വേദന ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ തല കീഴ്പ്പെട്ടാക്കി കൈയിങ്ങനെ ചേർത്ത് വെച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചും കൊണ്ടേയിരിക്കും. 7ാമത്തെ മാസത്തിലേക്ക് എത്തുമ്പോഴാണ് ബോധമുണ്ടാവുന്നത്. അങ്ങനെ ബോധമുണ്ടാവുന്ന സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ ഭഗവാനെ എൻ്റെ നീചകർമ്മങ്ങൾക്ക് യോജിച്ച ഈ ഗർഭവാസം അങ്ങ് എനിക്ക് തന്നു. ഇവിടെ ഞാൻ കഷ്ടപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പുറത്തേക്ക് വിടണം. പുറത്തേക്ക് വന്നു കഴിഞ്ഞാലോ പിന്നെ അവിടുത്തെ മാത്രമേ ഞാൻ വിചാരിക്കുള്ളൂ. വേറെ ഒന്നിനെ കുറിച്ച് എനിക്ക് ചിന്തയുണ്ടാവില്ല. അവിടുത്തെ വിചാരിച്ച് ഭജിച്ച് ഞാൻ അവിടുത്തെ പാദങ്ങളിലേക്ക് എത്തിക്കോളാം എന്നൊക്കെ ഈ ജന്തു എന്നാണ് ഭാഗവതം പറയുന്നത്. അമ്മയുടെ ഗർഭസ്ഥ ശിശുവിനെ ജന്തുരുവാച എന്നാണ്. അപ്പോ മേലിൽ അനേക ഗർഭങ്ങളിലുള്ള ആ ബുദ്ധിമുട്ടുകൾ വരാത്ത തരത്തിൽ അങ്ങയുടെ പാദമൂലങ്ങളെ ആശ്രയിച്ചും കൊണ്ട് ആ സാരഥിയായിരിക്കുന്ന ബുദ്ധി വേണ്ട പോലെ ആ മനസ്സിനെ തെളിച്ചു കൊണ്ടുവന്ന തരത്തിൽ സംസാരത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടോളാം. തസ്മാദഹം വിഗത വിപ്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശു തമസ സുഹൃദാത്മനൈവ ഭൂയോ യഥാ വ്യസനമേതനേകരന്ധ്രം മാമേ ഭവിഷ്യതുപസാദിത വിഷ്ണുപാദ. ഭഗവാനെ ഞാൻ ആശ്രയിച്ചോളാം. എന്നിട്ടോ 10ാമത്തെ മാസമാകുമ്പോഴേക്കും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആ ഗർഭവായുവിന്റെ പ്രസൂതി മാരുതന്റെ തള്ളലിൽ പുറത്തേക്ക് വരുന്ന ആ ജന്തു എന്തു പറയും? നമ്മുടെ മലയാളികളെ സംബന്ധിച്ചാണെങ്കിൽ കൃത്യമാണ് നമുക്ക് തോന്നും. ഉടനെ തന്നെ ആദ്യം തന്നെ ഇല്ല 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 എന്ന് പറയും. ഇതിനു മുമ്പ് പറഞ്ഞതൊന്നും ഇല്ല. ഉറക്ക കരയും കുട്ടി. കുട്ടി കരഞ്ഞില്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ അടിച്ചോ നുള്ളിയോ ഒക്കെ കരയിപ്പിക്കുകയും ചെയ്യും.
പിന്നെ കരച്ചിലിന്റെ കാലമാണെന്നാണ്. ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സുഖമുണ്ടോ? ഒരു സുഖമില്ല. കുറച്ചു കാലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആലോചിച്ചു കഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉള്ള കിടപ്പ് മുഴുവൻ മലമൂത്രാദികളിൽ കിടന്ന് കഷ്ടപ്പെട്ട് ദേഹത്ത് ഒരു കൊതുക് വന്ന് കടിച്ചിരുന്നു കഴിഞ്ഞാൽ പറയാൻ നിവൃത്തിയില്ല, വെറുതെ കരയെന്ന് നിവൃത്തിയുള്ളൂ. അമ്മ എന്ത് വിചാരിക്കും? കുട്ടിക്ക് വിശന്നിട്ടാണ്, പാല് കൊടുക്കും. പാല് കൊടുത്തോണ്ട് കാര്യമുണ്ടോ? കരച്ചിൽ നിർത്തുന്നില്ല. ആ കൊതുക് എങ്ങനെയെങ്കിലും അവിടുന്ന് മാറിപ്പോകുമ്പോഴാണ് കരച്ചിലിന് കുറച്ചൊരാശ്വാസം. ഒന്നും പറയാൻ നിവൃത്തിയില്ല. അച്ഛനമ്മമാര് ആ വിചാരിക്കുന്നതിനനുസരിച്ച് ജീവിച്ചോളണം. മൂത്രത്തിൽ കിടക്കേണ്ടി വരും അല്ലേ, മലത്തിൽ കിടക്കേണ്ടി വരും. പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചു സമയം കിടന്നാൽ മതിയായിരുന്നു അല്ലേ. ആ തുണി എങ്ങനെ വിരിച്ച് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആ തുണി കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി, പിന്നെ കുറച്ച് നേരത്തേക്ക് കുഴപ്പമില്ല, വീണ്ടും മൂത്രം ഒഴിക്കുമ്പോഴേ കുഴപ്പമുള്ളൂ. ഇപ്പൊ പിന്നെ അങ്ങനെയല്ല, കാലം തന്നെ അടച്ചു വെക്കണ കാരണം മിക്കവാറും സമയം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടപ്പ്. ആലോചിച്ചു നോക്കൂ കുട്ടിയുടെ അവസ്ഥ. കുട്ടിയുടെ അവസ്ഥ നമ്മൾ നോക്കണില്ല. അയ്യോ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ കാലം തന്നെ അടച്ചു വെക്കും. അവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടി കുറച്ച് കഴിയുമ്പോൾ ആ കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തുമ്പോഴേക്കും ആ ആള് വളരുന്നതിനനുസരിച്ച് തന്നെ അഹങ്കാരവും വളരും. പിന്നെ കുറേ കാലം അത്തരത്തിലുള്ള ജീവിതം, കുറേ എത്തിപ്പിടിക്കാനുള്ള ശ്രമം. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ യൗവനം കഴിഞ്ഞ വാർദ്ധക്യത്തിലെത്തി, ഒന്നിനും വയ്യാതെയായി. ഇങ്ങനെ ഉള്ള കാലത്ത് ഒരിക്കലും ഭഗവാനെ ഭജിക്കാതെ ജീവിക്കുന്ന ആളുകൾ അവർക്ക് തീർച്ചയായും നരകദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന് ഭഗവാൻ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഇതിലൊക്കെ തന്നെ ഭക്തിയോഗത്തിന്റെ മഹത്വത്തെ ഒരിക്കൽ കൂടി ഭഗവാൻ ഉറപ്പിച്ച് അവിടെ സൂചിപ്പിച്ചു. ഭക്തി കൊണ്ട് മാത്രമേ ഈ എന്നിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. പലതരത്തിലുള്ള യോഗങ്ങളെ കുറിച്ച് പറഞ്ഞു, ജ്ഞാനയോഗം, കർമ്മയോഗം, ക്രിയായോഗം അല്ലേ. പക്ഷേ യോഗമാർഗങ്ങളൊക്കെ പലതുണ്ടെങ്കിലും ഭക്തിയുടെ ആ തലം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇത് ഈ അഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത്, വിനയമില്ലാത്ത ആളുകൾക്ക്, ദുർബുദ്ധികളായിട്ടുള്ള ദുരാചാരികളായിട്ടുള്ള ആളുകൾക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഇതാ അനുഗ്രഹിക്കുകയാണ് ഭഗവാൻ. ദേവഭൂതി ആ പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. തം ത്വാമഹം ബ്രഹ്മപരം പുമാംസം പ്രത്യക്സ്രോതസ്യ ആത്മനി സംവിഭാവ്യം സ്വതേജസാധ്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണു കപിലം വേദഗർഭം എന്ന് വീണ് നമസ്കരിച്ചു. അമ്മയെ അനുഗ്രഹിച്ച് കപിലവാസുദേവൻ യോഗീ സംഘങ്ങളോടുകൂടി വടക്ക് ദിക്കിലേക്ക് പോയി. അമ്മയോ ഭഗവാനെ മാത്രം വിചാരിച്ച് ആ സരസ്വതി നദിയുടെ തീരത്ത് കർദമാശ്രമത്തിൽ ഭഗവാനെ മാത്രം വിചാരിച്ചു. അങ്ങനെ തൻ്റെ ദേഹബോധവും ദേഹമോഹവും ഇല്ലാതെയായി ദേവഹൂതി ദേഹം ഉപേക്ഷിച്ചു. അത് ഒരു നദിയായി മാറി. ദേവഹൂതി ദേഹം ഉപേക്ഷിച്ച ആ സിദ്ധി നേടിയ, ഭക്തി നേടിയ പ്രദേശം സിദ്ധപദം എന്ന് അറിയപ്പെടാൻ തുടങ്ങി എന്നും അവിടെ സൂചിപ്പിച്ചു. അങ്ങനെ കപിലന്റെയും ദേവഹൂതിയുടെയും സംവാദം, അല്ലയോ ഉദരമഹാശയ, ഞാനിതാ അങ്ങക്ക് പറഞ്ഞു തന്നു. ഇത്രയും മഹർഷി അവിടെ നിർത്തുകയാണ്. ഭഗവത് പാദാരവിന്ദങ്ങളിൽ യൈതമനുഷണോദിയോഭിധത്തെ കപിലമുനേർമതമാത്മയോ ഗഗുഹ്യം ഭഗവതി കൃതധീ സുവർണകേതാവുപലഭതേ ഭഗവത് പദാരവിന്ദം. ആ ഗരുഡധ്വജനായിരിക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഉറച്ച ഭക്തി ഉണ്ടാകും എന്ന ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് തൃതീയ സ്കന്ധം അവിടെ ആ കപിലോപദേശം സമർപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പാരായണം തുടരാം. പൃഥുചരിത്രത്തിലെ 2-3 അധ്യായങ്ങൾ കൂടി പാരായണം ചെയ്തതിന് ശേഷം നമുക്ക് ദക്ഷയാഗവും ധ്രുവചരിത്രവും അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ